റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റെഡീം ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയറുകൾ റെഡീം ചെയ്യുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് എൻട്രീസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ കമ്പനിയിൽ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയറുകളാണ് എങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന 2 എൻട്രി എഴുതുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കമ്പനി പുതിയ ഷെയറുകൾ റിഡംഷന് ആവശ്യമായി വരുന്ന എമൗണ്ട് കമ്പനി കണ്ടെത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി ഫ്രഷ് ഷെയറുകളാണ് ഇറക്കുന്നത് എങ്കിൽ ഫ്രഷ് ഷെയറുകൾ അറ്റ് പാറിലാകാം, ഫ്രഷ് ഷെയറുകൾ അറ്റ് പ്രീമിയത്തിലാകാം. അതിന് ഓരോന്നിനും ഓരോ എൻട്രീസ് ആണ്. ഫ്രഷ് ഷെയറുകൾ ഇറക്കുന്നത് അറ്റ് പാറിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് എഴുതുക. ഫ്രഷ് ഷെയറുകൾ ഇറക്കുന്നത് പ്രീമിയത്തിലാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതാണ് നമ്മൾ പഠിച്ച എൻട്രി. അപ്പോൾ അത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിഡംഷൻ ഉണ്ടാകുമ്പോൾ റിഡംഷന്റെ കാലാവധി ആകുന്ന റിഡംഷന്റെ എൻട്രീസ് ആണ് നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ എഴുതാം. അപ്പോൾ നമ്മൾ ജേർണൽ എൻട്രീസിൽ പറഞ്ഞു റിഡംഷൻ അറ്റ് പാറിലാണ് വരുന്നത് എങ്കിൽ 2 എൻട്രീസ് നമ്മൾ എഴുതുന്നു. ഇനി അതല്ല റിഡംഷൻ ഉണ്ടാകുന്നത് പ്രീമിയത്തിലാണ് എങ്കിൽ അതിൽ നമ്മൾ എഴുതുന്ന 3 എൻട്രീസ് ആണ് നമ്മൾ എഴുതുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. B Limited had 3,000 9% preference shares of ₹200 each fully paid up. B Limited 3,000 ഷെയർസ് ആണ് ഉള്ളത്. ആ പ്രിഫറൻസ് ഷെയറിന്റെ പേരാണ് 9% എന്നത്. അപ്പോൾ 3,000 പ്രിഫറൻസ് ഷെയറുകളാണ് കമ്പനിയിൽ ഉള്ളത്. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 200 രൂപയാണ്. അത് ഫുള്ളി പെയ്ഡപ്പ് ആണ് എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. The company decided to redeem these preference shares at par. ഈ കമ്പനി ഈ പ്രിഫറൻസ് ഷെയറുകൾ റെഡീം ചെയ്യാൻ കമ്പനി ആഗ്രഹിക്കുന്നത് അറ്റ് പാറിലാണ്, പ്രീമിയത്തിലല്ല. റിഡംഷൻ ഉണ്ടാകുന്നത് അറ്റ് പാറിലാണ്. ഈ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി ബൈ ഇഷ്യൂ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് ഓഫ് ₹25 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ₹2 പെർ ഷെയർ ആസ് ഫുള്ളി പെയ്ഡ്. ഈ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ 3000 × 200 ആ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനി ഒരു പുതിയ ഇക്വിറ്റി ഷെയറുകൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അതിന്റെ ഫേസ് വാല്യൂ 25 രൂപയാണ്. പക്ഷെ കമ്പനി ഫ്രഷ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തത് 2 രൂപ പ്രീമിയത്തിൽ, അതായത് 27 രൂപയ്ക്ക്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ഒരു കമ്പനിയിൽ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറുകളുടെ എണ്ണം 3000 × 200 ആണ്. അതാണ് ആ എമൗണ്ട് ആണ് കമ്പനിക്ക് റിഡംഷന് ആവശ്യമായിരുന്നത്. 3000 × 200 ആണ് കമ്പനിക്ക് ആവശ്യം. അപ്പോൾ കമ്പനിക്ക് 6 ലക്ഷം രൂപയാണ് റിഡംഷന് ആവശ്യമായി വരുന്നത്. ഈ 6 ലക്ഷം രൂപ റിഡംഷന് ആവശ്യമായി വരുമ്പോൾ കമ്പനി ഈ ഷെയറുകൾ ഒക്കെ അറ്റ് പാറിലാണ് റിഡീം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കമ്പനി പുതിയ ഷെയറുകൾ ഈ 6 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി പുതിയ ഷെയറുകൾ ഇക്വിറ്റി ഷെയറുകൾ കമ്പനി ഇറക്കുന്നു. ആ പുതിയ ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 25 രൂപയാണ്. പക്ഷെ കമ്പനി ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് 2 രൂപ പ്രീമിയത്തിൽ ആണ്. 25 + 2 അതായത് 27 രൂപയ്ക്കാണ് കമ്പനി ഇവിടെ ആ പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം വോട്ടിംഗ് ന്യൂസ് നമ്മൾ കണക്കാക്കാം, എഴുതാം. അപ്പോൾ ഇവിടെ ആദ്യം എഴുതുന്നത് വാല്യൂ ഓഫ് ഷെയർസ് റെഡീം ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ട്. 3000 എണ്ണം ആണ് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ 3000 × 200 റെഡീം ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ ആണ് 3000 × 200, അതായത് 6 ലക്ഷം എന്ന് കിട്ടി. ഇനി വാല്യൂ ഓഫ് ന്യൂ ഷെയർ, കമ്പനി പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കുന്നു. പ്രീമിയം എടുക്കാൻ പാടില്ല. ആ ഷെയറിന്റെ ഫേസ് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫേസ് വാല്യൂ നമുക്ക് 25 രൂപയാണ് തന്നിരിക്കുന്നത്. ഇത് റെഡീം ചെയ്യുന്ന എമൗണ്ട് പുതിയ ഇക്വിറ്റി ഷെയറുകൾ കമ്പനി ഇറക്കിയത് 25 രൂപയ്ക്കാണ്. പ്ലസ് 2 രൂപ പ്രീമിയം ഉണ്ട്. ഈ കാൽക്കുലേഷന്റെ പ്രീമിയം എടുക്കില്ല. 25 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് റെഡീം, എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് കമ്പനിയിൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, എത്ര ഷെയറുകളാണ് കമ്പനി ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ റെഡീം ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം ആണ്. പുതിയ ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 6 ലക്ഷം ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 24,000 ഷെയറുകൾ ആണ് ഈ കമ്പനി റിഡീം ചെയ്യേണ്ടത്. 24,000 ഷെയറുകൾ കമ്പനി പുതിയ രീതിയിൽ ഇഷ്യൂ ചെയ്യണം. പുതിയ ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ കാൽക്കുലേഷൻ നോക്കി നോക്കൂ. കമ്പനിയിൽ റിഡീം ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 6 ലക്ഷം ആണ്.
കമ്പനി ഇറക്കുന്ന പുതിയ ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ എത്ര ഷെയറുകളാണ് കമ്പനി ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് കണ്ടുപിടിക്കാൻ ടോട്ടൽ റിഡീം ചെയ്യുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ കമ്പനി പുതിയതായി ഇറക്കാൻ പോകുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ. അപ്പോൾ 24,000 ഷെയറുകളാണ് കമ്പനി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ജേർണൽ എൻട്രീസിലേക്ക് പോകണം. ജേർണൽ എൻട്രീസിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ ഷെയറുകളും ഫുള്ളി പെയ്ഡപ്പ് ആണ് എന്ന് പറയുന്നുണ്ട്. ഫുള്ളി പെയ്ഡപ്പ് എന്ന് പറയുകയാണ് എങ്കിൽ ആദ്യത്തെ കാറ്റഗറിയിലുള്ള എൻട്രി നമ്മൾ എഴുതേണ്ടതില്ല. പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ മാത്രമാണ് ആദ്യത്തെ കാറ്റഗറി എഴുതാം. ഇത് ഫുള്ളി പെയ്ഡപ്പ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് എഴുതാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി എൻട്രി നമ്മൾ ജേർണൽ എൻട്രി നോക്കിയാൽ അറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് പാറിലാകാം, പ്രീമിയത്തിൽ ആകാം. അറ്റ് പാറിലാണ് എങ്കിൽ നമ്മൾ എഴുതുന്നത് ബാങ്ക് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, അതാണ് നമ്മൾ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയ ഷെയറുകൾ കമ്പനി ഇറക്കുന്നത് ഫേസ് വാല്യൂ 25 രൂപയാണ്, പ്രീമിയം 2 രൂപയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 പ്ലസ് 2. അപ്പോൾ നമ്മൾ അതിന്റെ എൻട്രി എഴുതി. അതായത് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണ് എങ്കിൽ ആ പ്രീമിയത്തിന്റെ എൻട്രിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് എഴുതാം. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പ്രീമിയത്തിലാണ് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രി എഴുതിയത്. അപ്പോൾ ഈ എൻട്രി എഴുതി. ഇനി ഇവിടെ എമൗണ്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ഷെയറുകളാണ് എന്ന് നോക്കാം. 24,000 ഷെയറുകൾ ആണ് പുതിയതായി ഇറക്കാം. പുതിയ ഷെയറിന്റെ എൻട്രിയിൽ എഴുതുന്നത് 24,000 ഷെയറുകളാണ് കമ്പനി ഇറക്കാൻ പോകുന്നത്. ഇതിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. എത്ര എമൗണ്ട് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 25 രൂപയാണ് ഷെയറിന്റെ ഫേസ് വാല്യൂ എങ്കിൽ പോലും അത് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണ്, പ്ലസ് 2ലാണ്, പ്ലസ് 2ലാണ്. 25 പ്ലസ് 2 അതായത് 27 ഇഷ്യൂ ചെയ്തത് കൊണ്ട് കമ്പനിക്ക് കിട്ടിയത് ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിൽ നമ്മൾ കണക്കാക്കുന്നത് ഈ 24,000 × 27 ആണ്. ഈ എൻട്രി പഠിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്ററിൽ കാണിക്കുന്നത് എമൗണ്ട് റിസീവ്ഡ് ആണ്. ടു ഷെയർ ക്യാപിറ്റൽ കണക്കാക്കുന്നത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ്. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ആ പ്രീമിയം എമൗണ്ട് എത്രയാണ് അതാണ് നമ്മൾ എഴുതാം. അപ്പോൾ നോക്കി നോക്കൂ, ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് റിസീവ്ഡ് ആണ് എന്ന് പറഞ്ഞു. 24,000 നമ്പർ ഓഫ് ഷെയർസ്, ഷെയറിന്റെ ഫേസ് വാല്യൂ 25, പ്രീമിയം 2, കമ്പനിക്ക് കിട്ടിയത് അപ്പോൾ എത്രയായിരിക്കും 27. അപ്പോൾ 24,000 × 27 എഴുതുക. ആ എമൗണ്ട് ആണ് 6,48,000. ഇനി ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഫേസ് വാല്യൂ ആണ്, ആ ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ് നമ്മൾ എഴുതാം. പുതിയ ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞ് 25 ആണ്. 24,000 ഷെയർ ആണ്. 24,000 × 25 അതാണ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാം. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു ആ പ്രീമിയം എമൗണ്ട് ആണ് എഴുതുക. 2 രൂപയാണ് പ്രീമിയം എമൗണ്ട്. അപ്പോൾ 24,000 × 2 ആ എഴുതിയിരിക്കുന്നതാണ് 48,000. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതുന്ന എൻട്രി. ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് തീർച്ചയായും 27 രൂപയ്ക്കാണ് ആ ഷെയർ കിട്ടിയിരിക്കുന്നത്, എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 24,000 × 27 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഷെയറിന്റെ ഫേസ് വാല്യൂ 25 ആണ്. ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ 24,000 × 25. 2 പ്രീമിയം ആണ്, അതാണ് ഇക്വിറ്റി സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലെ 24,000 × 2 എന്ന് നമ്മൾ പറഞ്ഞ് എഴുതാം. ഇതിന്റെ നറേഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ന്യൂ ഇക്വിറ്റി ഷെയർ, പുതിയ ഇക്വിറ്റി ഷെയറുകൾ കമ്പനി ഇഷ്യൂ ചെയ്തു, അതിന്റെ ജേർണൽ എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഡിബഞ്ചർ റിഡംഷന്റെ എൻട്രീസ് ആണ്. ഡിബഞ്ചർ റിഡംഷൻ ഇവിടെ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് പാറിലാണ് ഇവിടെ റിഡംഷൻ ഉണ്ടായത്. പ്രീമിയത്തിലാണെങ്കിൽ 3 എൻട്രി നമ്മൾ എഴുതാം. റിഡംഷൻ ഉണ്ടായത് അറ്റ് പാറിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 എൻട്രി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ആ 2 എൻട്രിയുടെ ആദ്യത്തെ എൻട്രി നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്: റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതാം. അതിന്റെ നറേഷൻ എന്ന് പറയുന്നത് റിഡംഷൻ ഡ്യൂ ആണ്. റിഡംഷന്റെ കാലാവധി ആയി എന്ന് പറയുന്ന എൻട്രി ആണ്. റിഡംഷന്റെ കാലാവധി റിഡീം ചെയ്യുന്ന എമൗണ്ട് നോക്കി നോക്കൂ 6 ലക്ഷം ആണ്. രണ്ടും കൂടി മാറിപ്പോകരുത്. ഫ്രഷ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഒരു വിഭാഗം ആണ്, ഇത് റിഡീം ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 3000 × 200, അത് അത്രയും വാല്യൂ ആണ് കമ്പനിയിൽ റിഡീം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്
6 ലക്ഷം രൂപ, അതായത് 3000 ഇൻറ്റു 200 എന്ന് പറയുന്നതാണ് എഴുതുക. അപ്പോൾ അതിന്റെ നറേഷൻ എന്ന് പറയുന്നത് റിഡംഷൻ ഡ്യൂ ആയതാണ്. ഇനി മൂന്നാമത്തെ എൻട്രി റിഡംഷന്റെ വരുന്ന രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് റിഡംഷന്റെ ഡ്യൂ ആയി കഴിഞ്ഞാൽ ഉടനടി പേയ്മെന്റ് എൻട്രി നമ്മൾ എഴുതാം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കുന്ന എൻട്രി. അപ്പോൾ ഈ എഴുതി തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതുക. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. ഈ എമൗണ്ട് തന്നെ താഴത്തേക്ക് എഴുതുക. എത്രയാണ് ഡ്യൂ ആയത്? ഡ്യൂ ആയത് തന്നെയായിരിക്കും പേയ്മെന്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് എൻട്രി ആണ്. അപ്പോൾ നറേഷനായിട്ട് എഴുതുക പേയ്മെന്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് കാര്യം, ആദ്യത്തെ എൻട്രി പാർട്ട്ലി പെയ്ഡപ്പ് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻട്രിയാണ്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്ത പ്രീമിയത്തിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രി ചെയ്തത്. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്ന് പറയുമ്പോൾ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഇൻറ്റു ബാങ്ക് അക്കൗണ്ട് റിസീവ് ചെയ്തതാണ് ഇൻറ്റു 27 ആണ് നമ്മൾ എഴുതാം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആ ഷെയറിന്റെ ഫേസ് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതായത് 24,000 ഇൻറ്റു 25. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ആ പ്രീമിയം എമൗണ്ട് ആണ് നമ്മൾ എടുക്കുക. 2 രൂപയാണ് പ്രീമിയം എമൗണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവിലെ 24,000 ഷെയറുകൾക്ക് 2 രൂപ വെച്ച് നമ്മൾ കണക്കാക്കി. രണ്ടാമത്തെയും മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പ്രിഫറൻസ് ഷെയറുകൾ ഡ്യൂ ആകുന്ന എൻട്രി, പ്രിഫറൻസ് ഷെയറുകൾ റെഡീം ആകുന്ന എൻട്രി എഴുതുന്നു. അതിന്റെ പേയ്മെന്റ് എൻട്രി എഴുതുന്നു. റിഡീം ചെയ്യുന്നത് ഒക്കെ അറ്റ് പാറിലാണ് എന്ന് പറയുമ്പോൾ 3 എൻട്രി. ഇപ്പോൾ കാൽക്കുലേഷൻ ഇല്ല, 2 എൻട്രി മാത്രമേ എഴുതുള്ളൂ. ഇനി അത് പ്രീമിയത്തിലാണെങ്കിലാണ് 3 എൻട്രി വരിക. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ എഴുതിയിരിക്കുന്ന 6 ലക്ഷം എന്ന് പറയുന്നത് 3000 ഷെയറുകളാണ് റിഡീം ചെയ്യുന്നത്, 200 രൂപ. ഈ 6 ലക്ഷമാണ് എഴുതിയത്. എത്രയാണ് ഡ്യൂ ആയത്? ആ ഡ്യൂ ആയത് തന്നെയാണ് നമ്മൾ അവിടെ പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ ഇത് റിഡംഷൻ ഡ്യൂ എന്ന് പറഞ്ഞ നറേഷൻ എഴുതുക. ഇവിടെയാണെങ്കിൽ പേയ്മെന്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതും.